ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ ആദ്യം മുതൽ, അതായത് നമ്മളൊരു മെറ്റീരിയലിലേക്ക് ഡിസൈൻ വരയ്ക്കുന്നത് മുതൽ പാറ്റേൺ ട്രേസ് ചെയ്യുന്നതും ഇതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സ് എടുത്തൊന്ന് നമ്മുടെ ഒരു ടേബിളിലേക്ക് വിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കർ എടുത്തിട്ടുണ്ട്, പിന്നെ വൈറ്റ് കാർബൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മെഷറിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സാധാരണ ഒരു A4 സൈസിലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഇവിടെ ഓയിൽ ഷീറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് മെയിനായിട്ട് നമുക്ക് ഡിസൈൻ ട്രേസ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ വിട്ടും ലെങ്തും ഒക്കെയാണ് എനിക്കിപ്പോൾ എഴുതുന്നത് കേട്ടോ. എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെഷർ ചെയ്തിട്ട് നെക്ക് എടുക്കുന്നത്. അതായത് എൻ്റെ നെക്കിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് ഞാനൊരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. എനിക്ക് ഒരുപാട് വൈഡ് നെക്ക് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഷോൾഡറിൻ്റെ ഒരു 3 മാത്രമേ എടുക്കത്തുള്ളൂ. എനിക്ക് ഒരുപാട് വൈഡാക്കി എടുക്കുന്നത് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ 3 ആണ് സാധാരണ എൻ്റെ ഷോൾഡറിൻ്റെ ഒരു വിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. രണ്ടായിട്ട് എൻ്റെ നെക്കിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിക്കോണം നിങ്ങൾ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. ഞാനൊരു 3 ഇഞ്ച് പേപ്പറിലേക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് ഞാനൊരു 6 ഇഞ്ച് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ നെക്കിൻ്റെ ഇറക്കം ഇതിനെ ഒന്ന് ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ചെയ്യാണ്. ഇതേപോലെ ഒന്ന് വരച്ചിട്ട് ജസ്റ്റ് ഒരു ബോക്സ് പോലെ ആക്കിയെടുത്തു. ഇനിയിപ്പോൾ ഞാൻ അതിനെ ഒരു യു ഷേപ്പിലാക്കി എടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മെഷറിംഗ് ടേപ്പിൻ്റെ അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈനെ ഒന്ന് ആ ഒരു 1 ഇഞ്ചുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് യു പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കണം. എന്നിട്ട് ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് ആ ഒരു അളവിൽ കൂടി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾ മെഷർ ചെയ്യുന്നവർ ഇങ്ങനെ വേണം നെക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ പലരും പല ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നെക്കൊക്കെ മാർക്ക് ചെയ്യുന്നത്. സാധാരണ എൻ്റെ ആണെങ്കിലും കസ്റ്റമറിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ നെക്കിൻ്റെ എല്ലാ ഇതും കറക്റ്റായിട്ട് നമ്മൾ ആ യു ഷേപ്പിൽ ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമാണ്. ഇനി ഞാൻ ഈ ഒരു ഡിസൈനാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു പിക്ചർ നോക്കി ഡിസൈൻ വരയ്ക്കണമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് യോക്കിൻ്റെ പോർഷനിലേക്കാണ് ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊരു സാധാരണ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് വരുന്നത്. ഞാനിവിടെ ഒരു 12 ഇഞ്ച് എടുക്കുന്നുള്ളൂ. എനിക്ക് അത്ര ഇറക്കം മതി. ഞാൻ ഈ ഒരു രീതിയിലല്ല കുർത്തി ചെയ്തിരിക്കുന്നത്. ഞാൻ സൈഡ് ഓപ്പൺ സാധാരണ നമ്മളൊരു നോർമൽ ചുരിദാർ ചെയ്യില്ലേ, അതേപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കുർത്തി എന്ന് പറയുന്നത് ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മോങ്കോഡസിൻ്റെ ഈ ഒരു ഡിസൈനിൽ. അപ്പം ഞാൻ പക്ഷേ അങ്ങനെയല്ല, ഞാൻ സാധാരണ നമ്മുടെ നോർമൽ കുർത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സമയമില്ലായിരുന്നു ചെയ്യാനായിട്ട്. എനിക്കൊരു കല്യാണ ഫംഗ്ഷന് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊന്ന് ചെയ്തെടുത്താണ്. ഒരു ദിവസം കൊണ്ട് ചെയ്തെടുത്തൊരു വർക്കാണ് കേട്ടോ ഇത്. ഇതിപ്പം ഞാൻ ഈ ഒരു യെല്ലോ ഷീറ്റിലേക്ക് വെക്കുകയാണ്. യെല്ലോ അല്ല, നമ്മുടെ ഓയിൽ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് ഞാൻ സെൻറ്റർ ഓയിൽ പേപ്പറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം കേട്ടോ. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു യൂണിക്കിൻ്റെ അളവെടുത്ത് വെച്ചിട്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ പേപ്പറിലേക്കാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം. ഇതിൻ്റെ സെൻറ്ററിൻ്റെ ഭാഗത്തൊന്ന് പോയിൻ്റ് ചെയ്ത് എടുക്കാം. നിങ്ങൾ എപ്പോഴായാലും ഈ ഒരു ഡിസൈൻസൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ യോക്കിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 12 ആണ് കേട്ടോ. എനിക്കപ്പോൾ പേപ്പർ അധികം ലെങ്തിലുള്ള പേപ്പർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് ഒരു അളവ് എനിക്ക് കിട്ടി. 12 ഇഞ്ചിൽ ഞാൻ യോക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഞാൻ സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു 3.5 ഇഞ്ച് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്ററോടെ കണ്ടുപിടിക്കണം. താഴത്തെ ഒരു ഭാഗം കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ 3ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വൈഡായിട്ടുള്ള നെക്ക് നമുക്ക് ഈ ഒരു യോക്കിൻ്റെ ഭാഗം നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
അപ്പോൾ ഇതേപോലെ താഴേക്ക് ഞാൻ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് ഒരു 4 ഇഞ്ച്, മുകളിൽ നമ്മൾ 3.5 ആണെങ്കിൽ താഴേക്ക് വരുന്നതോറും 4 ഇഞ്ച്, പിന്നെ വീണ്ടും 3.5, അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതാ ഒരു ഭാഗം ഇപ്പം നിവർത്തിയിട്ടുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. സാധാരണഗതിയിൽ ഞാൻ സാധാരണ മടക്കിയിട്ടാണ് ചെയ്യുന്നത്. മടക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇങ്ങനെ നിവർത്തിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമുക്ക് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് മടക്കി ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തിൻ്റെ അളവ് വെച്ചിട്ട് അങ്ങ് വരച്ചെടുത്താൽ മതി. സാധാരണ ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓയിൽ പേപ്പറിലേക്കൊക്കെ വരച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മിസ്റ്റേക്ക് നമുക്ക് വന്നു, കാരണം നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ചു പോവല്ലേ. അപ്പം ഞാനിപ്പം പേപ്പറൊന്ന് മടക്കിയതിന് ശേഷം അതേ ലൈനിൽ കൂടി തന്നെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഡാർക്കാക്കി വരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള പോർഷൻ ഒന്നും വേണ്ട, ഞാനിപ്പോൾ ഡാർക്കാക്കി വരച്ചേക്കുന്ന ഒരു പോർഷൻ മാത്രം മതി. ഇനി ആ ഒരു യോക്കിൻ്റെ ഉള്ളിൽ ഭാഗത്ത് ഇതേപോലെ കുറച്ച് റൗണ്ട്സ് ഇട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബീഡ്സുകളൊക്കെ വരാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ആ ഒരു ഭാഗത്ത് സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് ബീഡ്സ് ഇത്ര അകലത്തിൽ ഒരു ഏകദേശം ഒരു 1 ഇഞ്ച് അകലത്തിൽ ഞാൻ ഇതുപോലെ ഒരു ജസ്റ്റ് മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് ആ ഒരു ഭാഗം നിങ്ങളത് നോക്കുകയേ വേണ്ട, നിങ്ങൾ ആ മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഭാഗം നോക്കുകയേ വേണ്ട. എനിക്ക് കറക്റ്റായിട്ടാണ് എനിക്കത് അളവ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടായിട്ട് പേപ്പർ മടക്കിയിട്ട് ചെയ്യുക. ഇനിയിപ്പം നമുക്കത് ആ ഒരു ഡിസൈൻ്റെ സൈഡിൽ ഫ്ലവേഴ്സൊക്കെ അല്ലേ വരുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സ് വരുന്നിടത്തൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം. ഇതിപ്പോൾ ബീഡ്സ് ആണ് കേട്ടോ അവിടെ വരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് അതിന് ഫില്ല് ചെയ്ത് നമുക്ക് എടുക്കാം. നിങ്ങൾ എപ്പോഴായാലും മെറ്റീരിയലിലേക്ക് പിന്നെ ട്രേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നമുക്ക് ആദ്യം നമ്മുടെ പേപ്പറിലേക്കൊക്കെ ഓയിൽ പേപ്പറിലേക്ക് വരച്ചു കൊടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് വർക്ക് കിട്ടും. അല്ല നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചില ബിഗിനേഴ്സിനൊന്നും പറ്റത്തുണ്ടാവില്ല, കാരണം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കും. പിന്നെ അതാ ആ ഒരു സൈഡിലൊക്കെ കുറേ ഫ്ലവേഴ്സ് വരാൻ വേണ്ടി കുറേ റൗണ്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ഫ്ലവേഴ്സ് പോലെ കുറേ റൗണ്ട്സ് അടുപ്പിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഞാനങ്ങ് അടുപ്പിച്ചൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാറ്റേൺ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളുടെ പാറ്റേൺ നോക്കി വരച്ചെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് തന്നെ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, വൈറ്റ് കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെറ്റീരിയൽ ഞാനൊരു 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ഒരു ബ്ലൂ കളറിലെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യണേ, ഈ മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കും. രണ്ടറ്റം കൂടെ ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് നോക്കിക്കോണം, നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കോണം. എന്താ ഇതേപോലെ രണ്ടറ്റവും ഞാൻ കൂട്ടി പിടിക്കുന്നുണ്ട്. രണ്ടറ്റവും കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനൊന്ന് കണ്ടുപിടിക്കുകയാണ്. ഇതേപോലെ സെൻറ്റർ ഭാഗം ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ പെൻസിൽ മാർക്കർ യൂസ് ചെയ്തിട്ട് ആ സെൻറ്റർ പോർഷനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നിവർത്തിയിട്ടതിന് ശേഷം ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സീം അലവൻസ് വിട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ സ്കെയിലൊക്കെ പൊട്ടിപ്പോയേ, അപ്പോൾ വലിയ സ്കെയിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇതേപോലെ നമ്മൾ ആ സീം അലവൻസൊക്കെ ഇതേപോലെ ഒരു 1 ഇഞ്ചെങ്കിലും വിട്ട് കൊടുത്തേക്കുക. 1 1.5 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിട്ട് കൊടുത്തേക്കുക. എന്നിട്ട് ഞാൻ നമ്മുടെ മുട്ടുസൂചി ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ അത് കാരണം നമ്മുടെ ഫോൺ വെയിറ്റുള്ള എന്ത് സാധനമാണെങ്കിലും നമുക്ക് സൈഡിലോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ മെറ്റീരിയൽ അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. മാക്സിമം നമ്മൾ മുട്ടുസൂചി തന്നെ യൂസ് ചെയ്യണം. പിന്നെ ഞാൻ യെല്ലോ കാർബൺ ആയാലും മതി. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കാർബണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ ഫോണും കൂടെ എടുത്തുനിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് വെയിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം ഇതിൻ്റെ സെൻറ്റർ നമ്മൾ നോക്കുക. അപ്പോൾ ആ സെൻറ്ററിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ഈ ഒരു പേപ്പറും കൂടെ വെച്ച് കൊടുക്കുക. അപ്പം വൈറ്റ് കാർബൺ അടിയിൽ വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മൾ ട്രേസിങ് പേപ്പർ, അതായത് ഓയിൽ പേപ്പർ വെച്ച് കൊടുത്തു. ഇനിയിപ്പം നമ്മൾ പെൻസിൽ വെച്ചിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങുക. എന്നിട്ട് പിന്നെ കുറേ നമ്മൾ ഡിസൈൻ ചെയ്തതെല്ലാം നമ്മളൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
വളരെ എളുപ്പമാണ്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറേ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് എങ്ങനെ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ ഫ്ലവേഴ്സുകളും ബീഡ്സുകൾ വരുന്നിടത്തെല്ലാം ഞാനിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. വെയിറ്റുള്ള സാധനം വെച്ചിട്ട് തന്നെ നമ്മൾ ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ മുട്ടസൂചി തന്നെ യൂസ് ചെയ്യുക. മുട്ടസൂചി ആകുമ്പോൾ പേപ്പറിൻ്റെ അടിയിലേക്ക് നമ്മൾ പിൻ ചെയ്ത് വെക്കുമല്ലേ, അപ്പോൾ അനങ്ങത്തില്ല, മെറ്റീരിയൽ പിന്നെ അനങ്ങില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളങ്ങനെ ചെയ്ത് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം നമ്മളെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുത്ത് നോക്കാം. കണ്ടോ, നമ്മുടെ മെറ്റീരിയലിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു ഡിസൈൻ ട്രേസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വർക്ക് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യരുത്. ഒരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ കുറച്ചൊരു 3/4 ഇഞ്ചെങ്കിലും നിങ്ങൾ മുകളിലേക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ വേണം കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ. ഇനി ഞാൻ ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഈ മെറ്റീരിയൽ ഫ്രെയിമിലേക്കൊന്ന് ഫിക്സ് ചെയ്യാൻ പോവാണേ. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു നീല ഫാബ്രിക് കണ്ടോ, ഞാൻ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു സീം എലമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടില്ലേ, അതിനൊക്കെ മുകളിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും, അനങ്ങത്തില്ല. നമുക്ക് ആരി നീഡിൽ യൂസ് ചെയ്യാനാണെങ്കിലും നോർമൽ നീഡിൽ യൂസ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഈ ഒരു ഡിസൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകത്തില്ല, നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്യുമ്പോൾ ഇതേപോലെ ചരിഞ്ഞൊക്കെ വരും. നിങ്ങളത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, അയ്യോ ഇനി എൻ്റെ ഡിസൈൻ അങ്ങനെ ആവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് എങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, 2 കളർ, ഒരു പീച്ച് ഷെയ്ഡും റെഡ് ഷെയ്ഡും ആണ് കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ബീഡ്സ് ആണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ മെറ്റീരിയലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണം കണ്ടോ, ഇതേപോലെ അറ്റാച്ച് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ഈ ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ത്രെഡ് എടുത്തിട്ടുള്ളത്, കാരണം ബീഡ്സ് ഗോൾഡൻ കളറല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ താഴേക്ക് ഒരു കുഞ്ഞു ലൈനും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമായിട്ട് ബീഡ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് ലോക്ക് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. ലോക്ക് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് വരുന്നിട്ടുള്ള ബീഡ്സുകളൊക്കെ അടങ്ങിയിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ 2 ബീഡ്സ് മാത്രം നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ താഴോട്ടൊരു ലൈൻ, കുഞ്ഞു ലൈൻ വരച്ചേക്കണം കണ്ടോ, ആ ലൈനിലേക്ക് വരത്തക്ക വിധത്തിൽ ചരിച്ച് കൊണ്ടുവരിക. 2 ബീഡ്സ് മാത്രം എടുത്തിട്ട് ഇതേപോലെ ചരിച്ച് കൊണ്ടുവരിക. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ, കാരണം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുത്ത വർക്കാണിത്. എനിക്ക് ഫംഗ്ഷന് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഫംഗ്ഷന് പോകണ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ ഒരു വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറിലെ മെറ്റീരിയൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഫുള്ള് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത്. ഇതേപോലെ നമ്മൾ ചരിച്ചിട്ട് ആ ഒരു ബോർഡർ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അതായത് നമ്മുടെ യോക്കിൻ്റെ നമ്മൾ ഏതൊക്കെ ഭാഗത്ത് ബോർഡർ ലൈൻ വരച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കുക. ഇനി താഴേക്ക് വരുമ്പോൾ കണ്ടോ, ഞാൻ കുഞ്ഞു ഡോട്ട്സാണ് ഇട്ട് കൊടുത്തത്. ഞാൻ റൗണ്ട്സ് ഫുള്ളായിട്ട് കൊടുത്തില്ലായിരുന്നു, ഞാൻ ചെറിയ ഡോട്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡർ ലൈനിൻ്റെ താഴെ കുറച്ച് റൗണ്ട്സ് കൊടുത്തല്ലോ, പാറ്റേൺ വരച്ചപ്പോൾ കണ്ടില്ലേ. അപ്പം ഞാൻ അവിടെയൊക്കെ ചെറിയ പോയിൻ്റ് കൊടുക്കുമായിരുന്നു ചെയ്തത്, കാരണം നമുക്ക് ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് റൗണ്ട്സ് ചിലപ്പോൾ പുറത്തേക്ക് കാണുമെന്ന് വിചാരിച്ചിട്ട്. ഇതേപോലെ 2 ബീഡ്സ് എടുത്തിട്ട് 2 സൈഡിലേക്ക് ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സൈഡിൽ പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ഭാഗത്തേക്ക് ഒരു കോൺ പോലെ ഏകദേശം നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും, പക്ഷേ എങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ അത്ര പ്രത്യേകതയുണ്ട്. ഇതേപോലെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡ് ഫിക്സ് ചെയ്യുക. അതിനുശേഷം 2 സൈഡിലേക്കും ഒരു 2 ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു
റൗണ്ട് ഷേപ്പിൽ പോലെ നമുക്ക് ഈ ഡിസൈൻ നമുക്ക് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു പോയിൻ്റുള്ള ഭാഗത്തും ഇത് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പം ഞാൻ ഈ ഒരു സ്കെയിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ, ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം റൗണ്ട്സ് കൊടുക്കാനായിട്ട്. എന്താ പറയുക, നമ്മൾ അല്ലാണ്ട് ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുമല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രെയിമിലിട്ട് വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മുടെ ഈ ഒരു വളവ് റൗണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ത്രെഡ് എടുത്തിട്ടുള്ളത് 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. 4 സ്ട്രാൻഡ്സിൽ എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ 8 സ്ട്രാൻഡ്സിലാക്കി എടുക്കുന്നത്. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം സിൽക്ക് ത്രെഡിലേക്ക് പോരുക. അല്ലെങ്കിൽ നിങ്ങൾ കോട്ടൺ ത്രെഡ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആ സെൻറ്ററിലുള്ള ഗ്യാപ്പുള്ള ഭാഗം കൂടെ നമ്മൾ ഇതുപോലെ റിങ്ങോട്ട് ചെയ്ത് നമ്മളൊരു കുഞ്ഞു ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പീച്ച് ഷെയ്ഡുണ്ട്, ലൈറ്റ് പീച്ച് കളറാട്ടോ. ഈ ഒരു ക്യാമറയുടെ ആ ഒരു ഡാർക്ക്നെസ് വന്നതുകൊണ്ടാണ് കളർ ഡാർക്കായിട്ട് തോന്നുന്നത്. അപ്പം മാറ്റി നമ്മളിപ്പോൾ റെഡ് ചെയ്തു, ബാക്കിയുള്ള ഭാഗത്ത് പീച്ച്, പിന്നെ റെഡ്, അങ്ങനെ മാറ്റി നമ്മളങ്ങനെ കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഇതുപോലെ ഈ ഒരു റൗണ്ട് ബീഡ് അതിന് ചുറ്റിനും 2 ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതേ കണ്ടോ, ഞാനിപ്പോൾ ബീഡ്സ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രെയിമിലേക്ക് കണ്ടോ, ബീഡ്സ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബീഡ്സ് വർക്ക് നമ്മൾ കഴിഞ്ഞിട്ട് ഈ ഒരു ബോർഡർ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെൻറ്ററിലും ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആക്കി ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഭാഗവും എല്ലാം. ഇനിയിപ്പോൾ സെൻറ്റർ ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ആ ഒരു റെഡും ആ ഒരു പീച്ച് ഷെയ്ഡും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ റൗണ്ട് ബീഡ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 സൈഡിലായിട്ടൊന്ന് നീഡിൽ കുത്തിയെടുക്കുക. ഇതേപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പോർഷനും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഇനിയിപ്പം നമുക്ക് സെൻറ്ററിലെ ഭാഗം, നമ്മുടെ ആ യോക്കിൻ്റെ അകത്ത് കുറച്ച് ഡോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമുക്ക് ആദ്യം ഒരു കട്ട് ബീഡ്സ് എടുത്ത് വെക്കുക. പിന്നെ ഒരു എന്താ പറയുക, ഒരു 6 അല്ലെങ്കിൽ 8 ബീഡ്സ് എങ്കിലും നിങ്ങൾ ഇതിനൊന്ന് റൗണ്ട് ചെയ്ത് നോക്കുക. എത്ര എണ്ണം വേണ്ടി വരും എന്നറിയാനായിട്ട് ഒന്ന് നോക്കുക. ഒരു 6 ബീഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ആ ഒരു ബീഡ്സിലേക്ക് നമ്മൾ നീഡിലേക്ക് കൊരുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ലോക്കിട്ട് കൊടുത്തിട്ടുണ്ടേ. കണ്ടോ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫിക്സ് ആയിട്ട് അവിടെ അങ്ങനെ ഇരുന്നോളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. നല്ല രസമാണ്, ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ പാട്ടിന് വരച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മോങ്കോഡസിൻ്റെ ഡിസൈനിൽ കാണിക്കുന്നത് ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആണ് കാണിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ സാധാരണ നമ്മുടെ നോർമൽ ചുരിദാർ കട്ടിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് ഓപ്പൺ, സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല രസമാണ്. പിന്നെ അതേപോലെ നമ്മുടെ ദുപ്പട്ടയിൽ ഞാൻ ചെറിയൊരു ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ കുറച്ച് തിളക്കമുള്ള ബീഡ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്നും കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് വീഡിയോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങളെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു.